ഇനി കൊർട്ടാന പ്രൊവൈഡ് ചെയ്യുന്ന സഹായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ്സുകൾ, മെസ്സേജ് അയക്കലും കോർഡിനേറ്റ് ചെയ്യലൊക്കെ. അപ്പം കൊർട്ടാന വോയിസ് സിസ്റ്റത്തിലൂടെ കോൺവെർസേഷനും മെസ്സേജുകൾ അയക്കാനൊക്കെ സാധിക്കും. ഇതിന് പുറമെ മെമ്മോസും നോട്ട്സൊക്കെ ആഡ് ചെയ്യാനും പറ്റും. രണ്ടാമതായിട്ട് അൽ-ഇഹ്തിമാമാത്ത് അഥവാ കൺസേൺസ്, അതായത് നമ്മുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസ് നമുക്ക് വേണ്ടി ക്യാച്ചപ്പ് ചെയ്യാൻ കൊർട്ടാന വോയിസ് സിസ്റ്റം സഹായിക്കും. അടുത്തത് അത്തദ്കീർ, റിമൈൻഡിങ്. അപ്പോൾ സമയത്തിനും സ്ഥലത്തിനൊക്കെ അനുസരിച്ച് റിമൈൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കൊർട്ടാനയ്ക്ക് സാധിക്കും. അടുത്തത് ട്രാഫിക് നാവിഗേഷൻ. പിന്നെ വരുന്നത് ക്വൈറ്റ് ഹവേഴ്സ് ആൻഡ് ഇന്നർ സൈക്കിളാണ്. അതായത് റിക്കവറി പീരീഡിൽ നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജസും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ക്വൈറ്റ് ഹവേഴ്സ് ഓപ്ഷൻ. ഇനി നമുക്ക് അത്യാവശ്യമായ വ്യക്തികളുടെ കോൺവെർസേഷൻസ് മാത്രം ലഭിക്കാൻ വേണ്ടി ഇന്നർ സൈക്കിളും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് അൽ മുദക്കിറ, അതായത് നമ്മുടെ യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകളും ഫേവറേറ്റ് പ്ലേസസ്, മ്യൂസിക്സ് ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കീപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇനി അടുത്തത് ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റ് അറിയാൻ കൊർട്ടാന സഹായിക്കും. അടുത്തത് ഹദീസ്നി, അതായത് ടെൽ മീ എന്നുള്ള ഓപ്ഷൻ. നമ്മളെ യൂസറിനെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ നടത്താൻ കൊർട്ടാന ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ കൊർട്ടാന വിൻഡോക്ക് 4 ചോയ്സസ് ആണുള്ളത്: ഹോം, നോട്ട്ബുക്ക്, റിമൈൻഡേഴ്സ്, ഫീഡ്ബാക്ക്. ഓക്കെ, കൊർട്ടാന ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ടാസ്ക് ബാറിലെ സെർച്ച് ബോക്സിൽ കൊർട്ടാന എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ കൊർട്ടാന എനേബിൾ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകും. അവിടെ കാണുന്ന സെലക്ഷൻ ബട്ടൺ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊർട്ടാന ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം യൂസർ ഡാറ്റ കളക്ട് ചെയ്യുകയും യൂസറിൻ്റെ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യും. വിൻഡോസ് 10 കീബോർഡിലെ ചില ഷോർട്ട് കട്ട്സ് ആണ്. അൽ-ഇഖ്തിസാറാത്തു ഫി ലൗഹത്തിൽ മഫാത്തിഹി ലി വിൻഡോസ് 10. അപ്പോൾ PDF കാണുന്ന പോലെ ആദ്യമായിട്ട് വിൻഡോസ് മെനു ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വിൻഡോസ് സെർച്ചിന് വേണ്ടി START+S, അതുപോലെ വിൻഡോസ് സെർച്ചിന് വേണ്ടി START+S, പിന്നെ കൊർട്ടാന ഓപ്പൺ ചെയ്യാൻ വേണ്ടി START+C, അതുപോലെ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടി START+tab. നമ്മളെ ഡെസ്ക്ടോപ്പ് ഷോ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ വേണ്ടി START+D, യൂസർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് START+L, അതുപോലെ ആക്ഷൻ സെൻറ്റർ സൈഡ് ബാർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി START+A, പിന്നെ സെറ്റിങ്സ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി START+I, ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി START+E, പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി START+print സ്ക്രീൻ. ഇത്രയും ഷോർട്ട് കട്ട്സാണ് മെയിനായിട്ട് വിൻഡോസ് 10-ലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് യൂണിറ്റിൽ MS വേർഡിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അൽ വഹ്ദത്തു സാനിയ, ബർമജിയത്തുൽ മുആലജത്തി MS വേർഡ് 2013, അൽ അസാസിയാത്തു ബദഉൽ അമൽ. MS വേർഡ് 2013 പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഫണ്ടമെൻ്റൽസ് ആൻഡ് സ്റ്റാർട്ടിംഗ്. ആദ്യമായിട്ട് ഡെഫിനിഷൻസ് ഓഫ് MS വേർഡ് സോഫ്റ്റ്വെയർ. വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി മൈക്രോസോഫ്റ്റ് കമ്പനി കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് 2013 MS വേർഡ്. MS വേർഡ് 2007 സ്റ്റാർട്ട് ചെയ്ത് പുതിയ ഇൻ്റർഫേസോട് കൂടി വരുന്ന MS വേർഡ് 2013 MS വേർഡിൻ്റെ 3rd എഡിഷനാണ്. പുതിയ എഡിഷനിൽ വന്ന മെയിൻ ചേഞ്ചുകളിൽ ഒന്ന് മെനു ബാർ മാറ്റി ടാബ്സ് കൊണ്ടുവന്നു എന്നതാണ്. 2013 വേർഡിലെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് വൺ ഡ്രൈവ് ഫെസിലിറ്റിയാണ്. അപ്പം ലൈവിലോ ഹോട്ട്മെയിലോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇൻ്റർനെറ്റിൽ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓരോ യൂസറിനും 7 GB സ്റ്റോറേജ് സ്പേസ് ഇൻ്റർനെറ്റിൽ ലഭിക്കും. വേർഡ് വിൻഡോയിലെ അപ്പർ റൈറ്റ് ഭാഗത്തായിട്ട് വൺ ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി MS വേർഡ് ഇൻ്റർഫേസിലെ മെയിൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതാണ് ഈ യൂണിറ്റിൽ ഇനി കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ PDF ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് എലമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പറയാം. ആദ്യമായിട്ട് റംസുൽ ബർമജിയ സോഫ്റ്റ്വെയർ സിമ്പിൾ. മേലെ കൊടുത്ത ചിത്രത്തിൽ അറബിക് ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത്. ഇംഗ്ലീഷ് വെർഷനിൽ ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് കോർണറിലാണ് ഇതുണ്ടാവുക. ടൈറ്റിൽ ബാറിന് അറബിയിൽ പറയുന്ന പേര് ശരിയത്തുൽ ഉൻവാൻ. ഓക്കെ, അടുത്തത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ.
വേർഡിലെ ഫണ്ടമെൻ്റൽ ഓർഡേഴ്സിനുള്ള ടൂൾസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാറാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഫയൽ സേവ് ചെയ്യാനും ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാനും സിസ്റ്റത്തിലുള്ള ഫയൽസ് ഓപ്പൺ ചെയ്യാനും അൺഡു റീഡു ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഐക്കൺസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി ഈ ബാറിൻ്റെ സൈഡിലുള്ള ചെറിയ ആരോ ക്ലിക്ക് ചെയ്താൽ വരുന്ന ലിസ്റ്റിലെ ഓർഡേഴ്സ് സെലക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് കൺട്രോൾ ബട്ടൺസ്. ക്ലോസ്, മിനിമൈസ്, മാക്സിമൈസ്, റീസ്റ്റോർ എന്നീ ബട്ടൺസാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ ലോഗിൻ, വൺ ഡ്രൈവ് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ യൂസർ നെയിം കാണാൻ സാധിക്കും. അടുത്തത് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസ് ബട്ടൺ. ബാർ ഷോ ചെയ്യണോ വേണ്ടയോ എന്ന് ഓപ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണിത്. അടുത്തത് റിബൺ. ഇത് നമ്മുടെ ടൈറ്റിൽ ബാറിൻ്റെ നേരെ താഴെയുള്ള സ്പേസാണ്. അവിടെ MS വേർഡിൻ്റെ മെയിൻ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഐക്കൺസൊക്കെ കാണാൻ പറ്റും. ഈ ബാറിന് 2 പാർട്സാണുള്ളത്. ആദ്യത്തെ പാർട്ട് ടാബ് ബാറാണ്, രണ്ടാമത്തെ പാർട്ട് ഗ്രൂപ്പ്സ് ആണ്. ഇനി ടാബ് എന്താണെന്നാണ് പറയുന്നത്. 2007 വേർഡിലുള്ള മെനു ബാർ തന്നെയാണ് ഇവിടെ ടാബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ മെനുവിന് താഴെയും മെയിൻ ഐക്കൺസിൻ്റെ ഓരോ ഗ്രൂപ്പുകൾ കാണാം. ഓരോ ഗ്രൂപ്പിന് താഴെയുമുള്ള ചെറിയ ആരോ ക്ലിക്ക് ചെയ്താൽ ഇതിലെ ഡയലോഗ് ബോക്സ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. 2013 വേർഡിലെ ടാബ്സ് വരുന്നത് ഒന്ന് ഫയൽ ടാബ്, പിന്നെ ഹോം, ഇൻസേർട്ട്, ഡിസൈന്, പേജ് ലേഔട്ട്, റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂസ്, വ്യൂ എന്നിങ്ങനെയാണ്. അടുത്തത് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഓരോ ടാബിനും ഓരോ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ വർക്ക് സ്പേസ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനും ഇമേജസും ഗ്രാഫിക്സും ഒബ്ജക്ട്സും ഒക്കെ ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഏരിയയാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അടുത്തത് റൂളറാണ്. ഡോക്യുമെൻറ്റിൻ്റെ മാർജിൻ നിർണ്ണയിക്കുന്നത് നമ്മുടെ റൂളറാണ്. അതിൽ ടാബ് മാർക്സ് കാണാൻ പറ്റും. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നിങ്ങനെ 2 റൂളേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ പ്രിൻ്റ് ലേഔട്ട് വിൻഡോ ഷോ ചെയ്യുമ്പോൾ ഈ രണ്ടും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ വ്യൂ ടാബിലെ ഷോ എന്ന ഗ്രൂപ്പിലുള്ള റൂളർ സെലക്ഷൻ ബോക്സിൽ പോയാൽ റൂളർ ഷോ ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസ് കാണാം. അടുത്തത് സ്ക്രോൾ ബാറാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർസ് അവൈലബിൾ ആണ്. അടുത്തത് സ്റ്റാറ്റസ് ബാർ. ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ബാറാണ് സ്റ്റാറ്റസ് ബാർ. നമ്പർ ഓഫ് പേജസ്, കറൻറ്റ് പേജ്, നമ്പർ ഓഫ് വേർഡ്സ്, ലാംഗ്വേജ് ഇതൊക്കെ അറിയാൻ സ്റ്റാറ്റസ് ബാറിലൂടെ സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഫയൽ ടാബ്. അപ്പോൾ വേർഡിലെ ബേസിക് കമാൻഡ്സ് ഉൾക്കൊള്ളുന്ന ടാബാണ് ഫയൽ ടാബ്. ഫയൽ ടാബിലെ ചില പ്രധാന കമൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് മാലൂമാത്ത് അഥവാ ഇൻഫോ. ഇതിൽ ഓപ്പൺഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും സ്പെഷ്യാലിറ്റീസും ഒക്കെ കാണാം. അതുപോലെ ഡോക്യുമെൻ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇഷ്യൂ ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നെക്സ്റ്റ് ന്യൂ. ഇതിൽ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാനും വേർഡിലുള്ള റെഡി ടെംപ്ലേറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇനി ഇതിനായി ചെയ്യേണ്ട സ്റ്റെപ്സ്: ആദ്യം ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് ന്യൂ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവൈലബിൾ ആയ ഏതെങ്കിലും ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഇനി ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാൻ മറ്റൊരു വഴിയുണ്ട്. അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലെ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇനി Ctrl+N പ്രസ് ചെയ്താലും നമുക്ക് ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഓപ്പൺ. സിസ്റ്റത്തിലുള്ളതോ സിസ്റ്റത്തോട് കണക്ട് ചെയ്ത ഏതെങ്കിലും സ്റ്റോറേജ് ഡിവൈസിലുള്ളതോ ആയ ഫയൽസ് ഓപ്പൺ ചെയ്യാനുള്ള കമൻറ്റാണിത്. ഇതിനായി ആദ്യം ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡയലോഗ് ബോക്സിലെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഫയലുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ അഗ്രി. ഓക്കെ. ഇനി ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലെ ഓപ്പൺ ഫയൽ ഐക്കൺ ക്ലിക്ക് ചെയ്തും ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+O. ഇനി നെക്സ്റ്റ് വൺ സേവ് ആൻഡ് സേവ് ആസ്. ഇതിൽ PDF, RTF പോലെയുള്ള വ്യത്യസ്ത എക്സ്റ്റൻഷൻസോട് കൂടെ ഫയൽസ് സേവ് ചെയ്യാൻ പറ്റും. ഇതിനുള്ള സ്റ്റെപ്സ്: ആദ്യം ക്ലിക്ക് ഓൺ ഫയൽ ടാബ്, ദെൻ ക്ലിക്ക് ഓൺ സേവ് ഓർ സേവ് ആസ്. ശേഷം വൺ ഡ്രൈവിലോ ഡിവൈസിലോ ഉള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. അതുപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലൂടെയും Ctrl+S പ്രസ് ചെയ്യുന്നതിലൂടെയും സേവ് ചെയ്യാൻ സാധിക്കും. അടുത്തത് പ്രിൻ്റ്. ഡോക്യുമെൻ്റ് കോർഡിനേറ്റ് ചെയ്ത ശേഷം പ്രിൻ്റ് ചെയ്യാനുള്ള ഐക്കണാണിത്. ഇതിനായി ആദ്യം ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുക. ശേഷം പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക.
പിന്നെ പ്രിൻ്റർ സെലക്ട് ചെയ്യുക, പ്രിൻറ്റിങ് സെറ്റിങ്സ് സെറ്റ് ചെയ്യുക, ശേഷം പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പ്രിൻറ്റിങ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിനുള്ള ഷോർട്ട് ടേം ആണ് Ctrl+P. ഇനി നെക്സ്റ്റ് വൺ ഷെയർ, ഉഷാറാക്കാം. 2013 ഓഫീസിൻ്റെ ഒരു സവിശേഷതയാണിത്. താഴെ പറയുന്ന ഫെസിലിറ്റീസ് നമ്മുടെ ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇൻവൈറ്റ് മെമ്പേഴ്സ്, പിന്നെ ഇമെയിൽ, അതുപോലെ ഫോർവേഡിങ് ത്രൂ ഇൻ്റർനെറ്റ്, അതുപോലെ പബ്ലിഷിംഗ് ഇൻ പേഴ്സണൽ ബ്ലോഗ്. ഇനി നെക്സ്റ്റ് വൺ എക്സ്പോർട്ട്. ഇതും 2013 ഓഫീസിൻ്റെ ന്യൂ ഫീച്ചറാണ്. നമ്മുടെ ഫയല് പി ഡി എഫ് പോലെ മറ്റ് എക്സ്റ്റൻഷൻസുകളിലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനും എക്സ്റ്റൻഷൻസ് മാറ്റാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ പി ഡി എഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് പി ഡി എഫ് ഓർ XPS ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രിയേറ്റ് പി ഡി എഫ് ഓർ XPS ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫയൽ ടൈപ്പ് മാറ്റാൻ വേണ്ടി എക്സ്പോർട്ടിലെ ഡയലോഗ് ബോക്സിൽ ഇതിനു വേണ്ടിയുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ക്ലോസ്. ഓപ്പൺഡ് ഡോക്യുമെൻറ്റോ പ്രോഗ്രാമോ ക്ലോസ് ചെയ്യാനുള്ള കമൻറ്റാണിത്. നെക്സ്റ്റ് വൺ അക്കൗണ്ട്. ഇപ്പോൾ OneDrive അക്കൗണ്ടിൻ്റെയും അതുപോലെ വേർഡ് 2013ൻ്റെയും ഓപ്പൺഡ് ഫയലിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഇടമാണ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ വേർഡ് ഓപ്ഷൻസ്, ഹെയാറാത്ത് വേർഡ്. ഇവിടെ വേർഡിലെ ലാംഗ്വേജ്, ടെക്സ്റ്റ് ഡിസ്പ്ലേ, ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് ചെക്കിംഗ്, നമ്പർ ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇനി വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ താഴെ പറയുന്ന സെറ്റിങ്സ് കാണാം. ഒന്ന് ജനറൽ, അതായത് യൂസർ നെയിം പോലെയുള്ള പോപ്പുലർ ഓപ്ഷൻസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമാണ് ജനറൽ. നെക്സ്റ്റ് വൺ ഡിസ്പ്ലേ. ഇവിടെ പ്രിൻറ്റിങ് ടൈമിലും പ്രിൻ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ സ്ക്രീനിലും ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഡിസ്പ്ലേയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ തദ്ഖീഖ്, അതായത് പ്രൂഫിംഗ്. ടെക്സ്റ്റിലെ ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ള വഴി നിർണ്ണയിക്കാൻ ഇവിടെ സാധിക്കും. നെക്സ്റ്റ് സേവ്. MS വേർഡിൽ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ വ്യത്യസ്ത ഓപ്ഷൻസ് ഇവിടെ കാണാം. അതുപോലെ ഓട്ടോ സേവ് ചെയ്യാനുള്ള ടൈമും ഫയൽസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ ലാംഗ്വേജ്. ഓഫീസ് പാക്കിനോട് കൂടെ സിസ്റ്റത്തിൽ ഡൗൺലോഡഡ് ആയ ഏത് ലാംഗ്വേജും നമുക്ക് സെലക്ട് ചെയ്യാം. വർക്ക് സ്പേസിലും അതുപോലെ ഇൻഫോ ഷോ ചെയ്യുന്നിടത്തും വെവ്വേറെ ലാംഗ്വേജസ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് വൺ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്, ഖിയാറാത്ത് മുത്തഖദ്ദിമ. ടെക്സ്റ്റ് എഡിറ്റ്സ്, കട്ട് കോപ്പി ആൻഡ് പേസ്റ്റ്, ഷോ ഡോക്യുമെൻറ്റ് കോണ്ടൻറ്റ്, ഡിസ്പ്ലേ, പ്രിൻറ്റ്, സേവ് തുടങ്ങിയ അഡീഷണൽ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അറബിക് ഫോണ്ടിൽ നമ്പേഴ്സ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതിനായി ചെയ്യേണ്ടത് ആദ്യം ക്ലിക്ക് ഓൺ ഫയൽ ടാബ്, ദെൻ ക്ലിക്ക് ഓൺ വേർഡ് ഓപ്ഷൻസ്, ദെൻ ക്ലിക്ക് ഓൺ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്. അവിടെ അൽ അർക്കാം ന്യൂമറൽ എന്ന ഓപ്ഷന് കീഴിൽ വരുന്ന ലിസ്റ്റിൽ കോണ്ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതോടുകൂടെ സെക്കൻഡ് യൂണിറ്റ് അവസാനിച്ചു. ഈ നെക്സ്റ്റ് ചാപ്റ്റർ തൻസീഖുൽ ഖത്തി വൽ ഫിഖ്റ, ലൈൻ ആൻഡ് പാരഗ്രാഫ് കോർഡിനേഷൻ ആണ് ഇനി പറയാനുള്ളത്. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വേർഡിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് ലൈൻ ആൻഡ് പാരഗ്രാഫ് കോർഡിനേറ്റിംഗ്. ഇതിനായുള്ള ടൂൾസും അഡീഷണൽ സെറ്റിങ്സും മെയിൻ ബാറിൽ 4 ഗ്രൂപ്പുകളായിട്ട് കാണാം. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈല് എന്നിങ്ങനെ 4 ഗ്രൂപ്പുകൾ. ഇനി ഇതിലെ ടൂൾസും അവയുടെ യൂസേജും ഒക്കെ പരിചയപ്പെടാം. ആദ്യം ഫോണ്ട് ഗ്രൂപ്പ്, മജ്മുഅത്തു ഖത്ത്. ഇവിടെ PDF കൊടുത്ത ചിത്രത്തിൽ നിന്ന് ഓരോന്നും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ടെക്സ്റ്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്ത ഓപ്ഷൻസ് പരിചയപ്പെടാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മൗസോ കീബോർഡോ ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. ഇനി ഫോണ്ട് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഫോണ്ട് ഗ്രൂപ്പിലുള്ള ഫോണ്ട് ലിസ്റ്റിൻ്റെ സൈഡിലെ ഇൻഡിക്കേറ്റിംഗ് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാൻ ഫോണ്ട് സൈസിൻ്റെ സൈഡിലുള്ള ഇൻഡിക്കേറ്റിംഗ് മാർക്ക് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യാം. ഇതിനൊരു സിമ്പിൾ വേണ്ട, അതായത് കീബോർഡിൽ Shift+Ctrl+ ലെസ് ദാൻ സിമ്പിൾ പ്രസ് ചെയ്ത് സൈസ് കൂട്ടാനും Shift+Ctrl+ ഗ്രേറ്റർ ദാൻ സിമ്പിൾ പ്രസ് ചെയ്താൽ സൈസ് കുറക്കാനും പറ്റും. ഇനി മറ്റൊരു കാര്യം, ഈ ഫോണ്ട് ബോക്സിൻ്റെ ബോട്ടം കോർണറിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ഇതിനു വേണ്ടി Ctrl+D പ്രസ് ചെയ്താലും മതി. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സൈസും ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ചേഞ്ചിങ് ഫോണ്ട് കളർ. ഫോണ്ട് ഗ്രൂപ്പിലെ കളർ ടൂളിൻ്റെ അടുത്തുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ വരുന്ന
കളർ ലിസ്റ്റിൽ നിന്നും ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഫോണ്ട് ഗ്രൂപ്പിൻ്റെ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്തും കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് അണ്ടർലൈനിങ്. ഇതിനായി ഫോണ്ട് ബോക്സിലെ യു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ കൺട്രോൾ യു പ്രസ് ചെയ്താലും മതി. ഇനി ബോൾഡിങ്ങിന് ബി ബട്ടൺ ഓർ കൺട്രോൾ പ്ലസ് ബി. അതുപോലെ ഇറ്റാലിക്സ് ആക്കാൻ ഐ ബട്ടൺ അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ. ഇനി സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ, അതായത് ടെക്സ്റ്റ് ചെറുതാക്കി മുകളിൽ താഴെ വരാൻ വേണ്ടി X2 ബട്ടൺ പ്രസ് ചെയ്യുക. X2 എന്ന് പറയുമ്പോൾ എക്സിന് താഴെ 2 വരുന്ന സിമ്പിൾ. അതുപോലെ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു സിമ്പിൾ പ്രസ് ചെയ്താലും മതി. ഇനി സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടെക്സ്റ്റ് ചെറുതാക്കി മുകളിൽ വരാൻ X² ബട്ടൺ പ്രസ് ചെയ്യുക. എക്സിൻ്റെ മുകളിൽ 2 വരുന്ന ബട്ടൺ, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്രസ് ചെയ്യുക. ഇനി ചേഞ്ച് കേസ്, അപ്പർ കേസ്, ലോവർ കേസ്, ടൈറ്റിൽ കേസ്, സെൻറ്റൻസ് കേസ് എന്നിങ്ങനെ വ്യത്യസ്ത ടെക്സ്റ്റ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനായി ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഫോണ്ട് ബോക്സിലെ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ എ സിമ്പിൾ പ്രസ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ ഷിഫ്റ്റ് F5 പ്രസ് ചെയ്താലും മതി, ഷിഫ്റ്റ് F3 പ്രസ് ചെയ്താലും മതി. ഇനി നെക്സ്റ്റ് ചേഞ്ചിങ് ക്യാരക്ടർ സ്പേസിങ്. ഇതിനായി ഫോണ്ട് ബോക്സിലെ ലെഫ്റ്റ് സൈഡിലെ ആരോ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്പൺ ആകുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും തബാഉദുൽ അഹ്റൂഫ്, അതായത് ക്യാരക്ടർ സ്പേസിംഗ് പ്രസ് ചെയ്യുക. ശേഷം അവിടെ ഫോം ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ക്യാരക്ടർ സ്പേസിങ്ങിനുള്ള മെഷർമെൻറ്റ്സ് ചൂസ് ചെയ്യാം. 2013 വേർഡിൽ ടെക്സ്റ്റ് ഫോർമാറ്റിന് മറ്റൊരു വഴി കൂടെയുണ്ട്. അതായത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ടർ ടെക്സ്റ്റിൻ്റെ അടുത്ത് ഒരു ചെറിയ ഫ്രെയിം ഫോം ചെയ്യും. അതിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാണാം. ഇനി ഫോണ്ട് ഫോർമാറ്റിനുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഫോണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാൻ കീ. ഇനി ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസർ ദാൻ കീ. ഇനി ബോൾഡിങ്ങിന് വേണ്ടി കൺട്രോൾ പ്ലസ് ബി, ഇറ്റാലിക് ആക്കാൻ കൺട്രോൾ പ്ലസ് ഐ, അണ്ടർലൈനിങ്ങിന് കൺട്രോൾ പ്ലസ് യു. ഇതിൻ്റെയൊക്കെ അറബി വേർഡ്സ് മനസ്സിലാക്കി വെക്കുക. ഇനി സൂപ്പർസ്ക്രിപ്റ്റിന് വേണ്ടി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ടു സിമ്പിൾ. പിന്നെ സബ്സ്ക്രിപ്റ്റിന് വേണ്ടി കൺട്രോൾ പ്ലസ് ഈക്വൽ ടു സിമ്പിൾ. പിന്നെ ചേഞ്ച് കേസിന് വേണ്ടി ഷിഫ്റ്റ് പ്ലസ് F3. ഇനി നമുക്ക് വേണമെങ്കിൽ ചില ടെക്സ്റ്റിന് അറബിക്കും ചില ടെക്സ്റ്റിന് ലാറ്റിനും ഇങ്ങനെ വെവ്വേറെ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കാനും സാധിക്കും. ഷാഡോസ്, ഔട്ട്ലൈന്, എംബോസ്, എൻഗ്രേവ്, സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഹിഡൻ എന്നിങ്ങനെ പല എഫക്ട്സും കൊടുക്കാം. ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ സ്പേസ് കൊടുക്കാൻ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ സൗകര്യങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് പാരഗ്രാഫ് ഗ്രൂപ്പ്. നമ്മളെ ഹോമിലുള്ള ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇനി ഹോമിൽ തന്നെയുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗ്രൂപ്പിലെ ഫസ്റ്റ് ഐക്കൺ താദാദുൻ നുഖത്തി, ബുള്ളറ്റിംഗ്. ഇതിനു വേണ്ടി പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. പാരഗ്രാഫ് ഗ്രൂപ്പിലെ ബുള്ളറ്റ് ഐക്കൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ബുള്ളറ്റ് ഐക്കൺ അടുത്തുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇഷ്ടമുള്ള ബുള്ളറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്പറിംഗ്. ഓട്ടോമാറ്റിക്കലി പാരഗ്രാഫ് നമ്പർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അതുപോലെ ടൈപ്പ് ഓഫ് നമ്പറിംഗ് സെറ്റ് ചെയ്യാനും പറ്റും. ഇതിനു വേണ്ടി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്: ആദ്യം പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ശേഷം ഡിഫോൾട്ട് നമ്പറിംഗ് അല്ലെങ്കിൽ റീസെൻ്റ്ലി അപ്ലൈഡ് ചെയ്ത നമ്പറിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിംഗ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഐക്കണിൻ്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് നമ്പറിംഗ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു മോഡലാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമ്പറിംഗ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. ഫോർ എക്സാമ്പിൾ അൽ ബിലാദ് എന്ന ടെക്സ്റ്റ്, അതിനെ 1 എന്ന് അറബിക് നമ്പറിൽ സെറ്റ് ചെയ്യുക. ദെൻ അൽ വിലായത്ത് എന്ന് ആൽഫബറ്റ് നമ്പറിൽ സെറ്റ് ചെയ്യുക. ആൽഫബറ്റ് ഓർഡറിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ സെറ്റ് ചെയ്യുക. ദെൻ റോമൻ ലെറ്റേഴ്സിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമ്പറിങ് സെറ്റ് ചെയ്യുക. അങ്ങനെ വ്യത്യസ്ത നമ്പറിങ്ങുകൾ സെറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ടൈപ്പ് ചെയ്യുക. ശേഷം മൾട്ടി ലെവൽ ലിസ്റ്റ് ടൂൾസ് ക്ലിക്ക് ചെയ്യുക. അവിടെ വരുന്ന സ്റ്റൈൽസിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അടുത്ത ലെവൽ ഓഫ് നമ്പറിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടി
പി ഡി എഫിൽ കാണിക്കുന്ന ഇൻക്രീസ് ഇൻഡൻറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും നമ്പറിംഗ് ലെവൽ മാറ്റാൻ വീണ്ടും ഇൻക്രീസ് ഇൻഡൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻക്രീസ് ഇൻഡൻറ്റിലെ ആരോ, ഈ ഒരു സിമ്പിളിലുള്ള ആരോ അത് ഇംഗ്ലീഷ് ഇൻ്റർഫേസ് ആണെങ്കിൽ, നമ്മുടെ വേർഡ് ഇംഗ്ലീഷ് ഇൻ്റർഫേസിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഉള്ള ആരോ ആയിരിക്കും. അതേപോലെ അറബിക് ഇൻ്റർഫേസിലാണെങ്കിൽ ആ ആരോ ലെഫ്റ്റ് സൈഡിലേക്കും ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഡിഗ്രീസ് ഇൻഡൻറ്റ്. പാരഗ്രാഫും മാർജിനും തമ്മിലുള്ള ഗ്യാപ്പ് കുറക്കാനുള്ള ഓപ്ഷനാണിത്. ഇതിനു വേണ്ടി ഡിഗ്രീസ് ഇൻഡൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ഇൻഡൻറ്റ്. സെയിം പർപ്പസാണ്. മാർജിനും പാരഗ്രാഫും തമ്മിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുക. ഇതിനു വേണ്ടി ഇൻക്രീസ് ഇൻഡൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെയിം ബട്ടണാണ് നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ലെവൽ നമ്പറിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി പാരഗ്രാഫ് ഗ്രൂപ്പിൻ്റെ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ ഇൻഡൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിങ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ റൈറ്റ് ടു ലെഫ്റ്റ് ടെക്സ്റ്റ് ഡയറക്ഷൻ. ഇതിനു വേണ്ടി പി ഡി എഫിൽ കാണിക്കുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ടെക്സ്റ്റ് ഡയറക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അറബിയിൽ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് മസ്റ്റാണ്. അതിനിടയിൽ നമ്മൾ അറബി ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും അറബിക്ക് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് മസ്റ്റാണ്. നെക്സ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ടെക്സ്റ്റ് ഡയറക്ഷൻ. ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജ്സിൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് സോർട്ടിങ്. ഫർസ് എന്ന് പറഞ്ഞാൽ സോർട്ടിങ്. അപ്പം ആൽഫബറ്റ് ഓർഡറിൽ പാരഗ്രാഫ് സെറ്റ് ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ ഉള്ളത്. റെഫറൻസ് ബിബ്ലിയോഗ്രഫി ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്തും അതുപോലെ ഡേറ്റ്സും നമ്പേഴ്സും ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഇതിനു വേണ്ടി കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആദ്യം ടെക്സ്റ്റ് ഓർ പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. ദെൻ ഈ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ അസെൻഡിങ് ഡിസെൻഡിങ് വേവും സെറ്റ് ചെയ്യുക. ദെൻ ഇനി അഡീഷണൽ ഓപ്ഷൻസിന് വേണ്ടി സോർട്ടിലെ ഡയലോഗ് ബോക്സിലെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ ടെക്സ്റ്റ് ആൻഡ് പാരഗ്രാഫ് അലൈൻമെൻറ്റ്. ഇവിടെ കാണുന്ന അലൈൻമെൻറ്റ് ബട്ടൺസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ഷോർട്ട് കട്ട്സ് വരുന്നത് റൈറ്റ് അലൈൻമെൻറ്റിന് Ctrl+R, സെൻറ്റർ അലൈൻമെൻറ്റിന് Ctrl+E, ലെഫ്റ്റ് അലൈൻമെൻറ്റിന് Ctrl+L, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+J. ഇനി നമ്മുടെ ജസ്റ്റിഫൈ ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ 3 ഓപ്ഷൻസിലായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിങ്. പാരഗ്രാഫിലെ ലൈൻസിൻ്റെ ഇടയിൽ സ്പേസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. നെക്സ്റ്റ് വൺ ഷെയ്ഡിങ്. നമ്മുടെ പാരഗ്രാഫ് ഏതെങ്കിലും ഒരു കളറിൽ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐക്കണാണിത്. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഒരു കളർ ലിസ്റ്റ് വരും. അതിൽ നിന്നൊരു കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മോർ കളേഴ്സ് സെലക്ട് ചെയ്തു നമുക്ക് കളർ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് അപ്ലൈയിങ് ബോർഡേഴ്സ് ടു പാരഗ്രാഫ്. ബോർഡേഴ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഇഷ്ടമുള്ള ബോർഡേഴ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് മജ്മുഅത്തുൽ അൻമാത്ത്, സ്റ്റൈൽസ്. അപ്പോൾ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റുകൾക്കോ പാരഗ്രാഫിനോ മെയിൻ ടൈറ്റിലിനോ സബ് ടൈറ്റിലിനോ ഒക്കെ സ്പെഷ്യൽ എഫക്ട്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്റ്റൈൽസ്. PDF കൊടുക്കുന്ന ഈ ഒരു ഐക്കൺ അത് ക്ലിക്ക് ചെയ്താൽ പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഡയലോഗ് ബോക്സിലെ ടൂൾസ് യൂസ് ചെയ്ത് പുതിയ സ്റ്റൈൽ ഓഫ് ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇനി ഒരു സ്റ്റൈലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ അവൈലബിൾ സ്റ്റൈൽസ് മോഡിഫൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. താദീൽ എന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്യുക കേട്ടോ. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വരുന്ന ലിസ്റ്റിലെ താദീൽ, അതായത് മോഡിഫൈ സെലക്ട് ചെയ്ത് മോഡിഫൈ സ്റ്റൈൽ എന്ന ഡയലോഗ് ബോക്സിലെ ടൂൾസ് യൂസ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡോക്യുമെൻറ്റിൽ ഇൻഡെക്സ് ആഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസിൽ ടൈറ്റിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ടൈറ്റിൽസിനും സബ് ടൈറ്റിൽസിനും ഈ സ്റ്റൈല് അപ്ലൈ ചെയ്യൽ മസ്റ്റാണ്. ഓക്കെ. നമ്മളെ ടേബിൾ ഓഫ് കണ്ടൻസിനെ കുറിച്ച്, അത് ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ റെഫറൻസ് ടാബിനെ കുറിച്ച് പറയുന്ന യൂണിറ്റിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് മജ്മുഅത്തുൽ ഹാഫിള, ക്ലിപ്പ് ബോർഡ്.
അപ്പോൾ കട്ട്, കോപ്പി, പേസ്റ്റ്, ടെക്സ്റ്റ് ഫോർമാറ്റ് കോപ്പിങ് പോലെയുള്ള കമൻസാണ് ഇവിടെ ഉണ്ടാവുക. ഇതിൽ ആദ്യത്തേത് പേസ്റ്റ്. അപ്പോൾ കട്ട് ഓർ കോപ്പി ചെയ്ത ടെക്സ്റ്റോ ഒബ്ജക്റ്റോ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. 3 ടൈപ്സ് ഓഫ് പേസ്റ്റിംഗ് ആണുള്ളത്. ഒന്ന് പേസ്റ്റ്, പിന്നെ സ്പെഷ്യൽ പേസ്റ്റ്, അതുപോലെ പേസ്റ്റ് ആസ് ഹൈപ്പർ ലിങ്ക്. അപ്പോൾ പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ പേസ്റ്റിംഗ്. അപ്പോൾ Ctrl+V പ്രസ് ചെയ്താൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്പെഷ്യൽ പേസ്റ്റ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ്, RTF അഥവാ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്, HTML ഫോർമാറ്റ്, വിൻഡോസ് പ്രൊഫൈൽ, എൻഹാൻസ്ഡ് മീറ്റ ഫയൽ, അൺഫോർമാറ്റഡ് യൂണിക്കോഡ്. ഇങ്ങനെയുള്ള വ്യത്യസ്ത രൂപങ്ങളിലുള്ള ടെക്സ്റ്റുകൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പെഷ്യൽ പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേസ്റ്റ് ആസ് ഹൈപ്പർ ലിങ്ക്. ഒരു ഡോക്യുമെൻറ്റിലുള്ള ടെക്സ്റ്റ് സെയിം ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റിലോ സോഴ്സ് ഡോക്യുമെൻറ്റിലേക്കുള്ള ഒരു ലിങ്കിൻ്റെ രൂപത്തിൽ പേസ്റ്റ് ചെയ്യലാണ് പേസ്റ്റ് ആസ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ. ഇനി കട്ട്, കോപ്പി. അപ്പോൾ കട്ട് ചെയ്യാൻ Ctrl+X പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യാൻ Ctrl+C പ്രസ് ചെയ്യുക. നെക്സ്റ്റ് കോപ്പി ഫോർമാറ്റ്, നസ്ഖു തൻസീഖ്. ഇവിടെ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നതിന് പകരം നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റാണ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ ഫോർമാറ്റ് മറ്റ് ടെക്സ്റ്റുകളിൽ അപ്ലൈ ചെയ്യും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് മജ്മുഅത്തു തഹരീർ, എഡിറ്റ് ഗ്രൂപ്പ്. ടെക്സ്റ്റ് സെർച്ച് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ടെക്സ്റ്റുകളും ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഒരു ടാസ്ക് പെയിൻ ഫോം ചെയ്യും. അവിടെ സെർച്ച് ചെയ്യാനുള്ള ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റിനോട് സ്യൂട്ടായി വരുന്ന എല്ലാ ടെക്സ്റ്റുകളിലും ഒരു യെല്ലോ കളർ ഫോം ചെയ്യും. ഇനി അഡ്വാൻസ്ഡ് സെർച്ച്, ബഹ്സ് മുത്തഖദ്ദിം ക്ലിക്ക് ചെയ്താൽ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിൽ ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു എന്നിങ്ങനെ ഓപ്ഷൻസ് കാണാം. എന്നിട്ട് ഫൈൻഡ് വാട്ട് എന്ന ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ശേഷം ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ അഡീഷണൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ മോർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ റീപ്ലേസ്, ഇസ്തിബ്ദാൽ. ഒരു ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ആദ്യം Ctrl+F പ്രസ് ചെയ്യാം. ശേഷം റീപ്ലേസ് ടാബ് സെലക്ട് ചെയ്യാം. ഫൈൻഡ് വാട്ടിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. റീപ്ലേസ് വിത്ത് എന്ന ടെക്സ്റ്റ് ബോക്സിൽ റീപ്ലേസ് ചെയ്യാനുള്ള ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ഇനി ഒരൊറ്റ ടെക്സ്റ്റ് മാത്രമേ റീപ്ലേസ് ചെയ്യാനുള്ളൂ എങ്കിൽ റീപ്ലേസ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ സെലക്റ്റഡ് വേർഡ് നമ്മുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സിലും റീപ്ലേസ് ചെയ്യാൻ റീപ്ലേസ് ഓൾ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഗോ ടു. ഒരു നിർണിത പേജ്, പാസേജ്, ലൈന്, റെഫറൻസ്, ക്യാപ്ഷൻ, ഫുട് നോട്ട്, എൻഡ് നോട്ട്, ഫീൽഡ്, ടേബിള്, ഡ്രോയിങ്, ഫോർമുല, ഒബ്ജക്റ്റ്, ടൈറ്റിൽ ഇതിലേതെങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഗോ ടു. ഒരു നിശ്ചിത പേജിലേക്ക് പോകാൻ Ctrl+G പ്രസ് ചെയ്യാം. ഗോ ടു ലിസ്റ്റിൽ പേജ് സെലക്ട് ചെയ്യുക, പേജ് നമ്പർ എൻ്റർ ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ സെലക്ട്, തഹ്ദീദ്. ഒബ്ജക്റ്റോ ടെക്സ്റ്റോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ സെലക്ട് ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻറ്റ് മുഴുവൻ സെലക്ട് ചെയ്യാം. അതുപോലെ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ സെലക്ട് ഒബ്ജക്റ്റ്സ് ക്ലിക്ക് ചെയ്യാം. ഇനി ഒരു ബോക്സ് കാണാം. ഇതിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ ആ വേർഡിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് അല്ലാത്ത ഒന്നിലധികം വേർഡ്സ് സെലക്ട് ചെയ്യാൻ ഓരോ വേർഡിന് മുകളിലും കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ട ഭാഗത്തു കൂടി മൗസ് സ്ക്രോൾ ചെയ്യാം. ഓക്കെ. ഇനി ഒരു സെൻറ്റൻസ്, ഒരു ജുംല അല്ലെങ്കിൽ ഒരു ഫിഖ്റ, ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ സെൻറ്റൻസിലോ പാരഗ്രാഫിലോ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഒരു ലൈന് സെലക്ട് ചെയ്യാൻ മാർജിനിൽ ആ ലൈനിന് നേരെ വരുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് സെലക്ട് ചെയ്യാൻ മാർജിൻ്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വരി എത്തുന്നത് വരെ മൗസ് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈനിൻ്റെ എൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കണ്ടിന്യൂസ് അല്ലാത്ത ലൈൻസ് സെലക്ട് ചെയ്യാൻ
ആദ്യം ഒരു ലൈനിൻ്റെ നേരെ വരുന്ന മാർജിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈൻസിന് നേരെ വരുന്ന മാർജിൻ്റെ ഭാഗങ്ങളിൽ ക്ലിക്ക് ചെയ്യാം. കീബോർഡ് യൂസ് ചെയ്ത് ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ആണ് പറയുന്നത്. ആദ്യം കേഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്യാം. ഇനി കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ. അതുപോലെ കറണ്ട് ലൈനിൻ്റെ താഴെയുള്ള ഒരു ലൈന് സെലക്ട് ചെയ്യാൻ ഷിഫ്റ്റ് പ്ലസ് ഡൗൺവേർഡ് ആരോ. അതുപോലെ കറണ്ട് ലൈനിൻ്റെ മുകളിലുള്ള ഒരു ലൈന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്ലസ് അപ്വേർഡ് ആരോ ക്ലിക്ക് ചെയ്യാം. ഇനി റൈറ്റ് സൈഡിലുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. അതുപോലെ താഴെയുള്ള ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺവേർഡ് ആരോ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മുകളിലുള്ള ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്വേർഡ് ആരോ ക്ലിക്ക് ചെയ്യാം. ഇനി കോളം ബ്ലോക്കിലെ ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യാൻ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് F8. അതുപോലെ സെലക്ഷൻ എക്സ്പാൻഡ് ചെയ്യാൻ F8 പ്രസ് ചെയ്യുക. സെലക്ഷൻ ചെറുതാക്കാൻ ഷിഫ്റ്റ് പ്ലസ് F8 പ്രസ് ചെയ്യുക. അതുപോലെ സെലക്ഷന് എൻലാർജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി ഓൾ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാൻ കൺട്രോൾ പ്ലസ് A. അതുപോലെ കേഴ്സർ പോയിന്റിൽ നിന്ന് ഡോക്യുമെൻറ്റിൻ്റെ എൻഡ് വരെ സെലക്ട് ചെയ്യാൻ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻഡ്. അതുപോലെ കേഴ്സർ പോയിന്റിൽ നിന്ന് ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെ സെലക്ട് ചെയ്യാൻ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഹോം. ഓക്കെ, ഇതോടുകൂടെ 3rd ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 4th ചാപ്റ്ററിൽ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഒബ്ജക്ട്സ് എങ്ങനെയാണ് ആഡ് ചെയ്യാനാണ് പറയാനുള്ളത്.